ഹായ് എവരി വൺ. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് പഠിച്ചല്ലേ. ഇനി ഓരോ സമയത്തും നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതായത് സാധാരണ അവസ്ഥയിലാണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും അല്ലേ. അതായത് നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രമേ എയർ ഉള്ളിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കും വിടുന്നുള്ളൂ. അതേസമയം നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളുടെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ആ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ തന്നെ പുറത്തു വിടുകയും ചെയ്യുന്ന എയറിന്റെ അളവ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ തന്നെ എയർ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് പറയും, ശ്വാസോച്ഛ്വാസം എന്ന് പറയും. അതായത് നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ഉള്ളിലേക്ക് എടുക്കുന്നു, അതായത് ലങ്സിലേക്ക് എത്തുന്നു. ഇനി ലങ്സിൽ നിന്ന് എയർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ്. അതായത് മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ ടു ദ ലങ്സ് ആൻഡ് ബാക്ക്. അതായത് അന്തരീക്ഷത്തിൽ നിന്നും വായു നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ്, അതും അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം എന്ന് പറയും. ഇനി ഈ ബ്രീത്തിങ് അല്ലെങ്കിൽ വെന്റിലേഷന് രണ്ട് സ്റ്റെപ്സ് അല്ലെങ്കിൽ രണ്ട് ഫേസസ്, രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹേലേഷൻ, അതായത് ഉച്ഛ്വാസം, എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹേലേഷൻ എന്ന് വിളിക്കുന്നത്. എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിനുള്ളിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻസ്പിറേഷൻ. അതായത് മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ ടു ദ ലങ്സ് ഈസ് കാൾഡ് ഇൻസ്പിറേഷൻ. ഇനി എന്താണ് എക്സ്പിറേഷൻ അല്ലെങ്കിൽ എക്സൈലേഷൻ? അതും അല്ലെങ്കിൽ നിശ്വാസം എന്ന് പറയും. അപ്പൊ എയർ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് മാത്രമല്ല പോകുന്നത്, എന്ത് ചെയ്യാറുണ്ട്? പുറത്തേക്കും പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ എയർ എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസിങ് ഔട്ട് ഓഫ് എയർ ഈസ് കാൾഡ് എക്സ്പിറേഷൻ അല്ലെങ്കിൽ നിശ്വാസം എന്ന് പറയും. അതായത് ശ്വാസകോശത്തിൽ നിന്ന് എയർ പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പിറേഷൻ അല്ലെങ്കിൽ നിശ്വാസം. അപ്പൊ ഇങ്ങനെ എയർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സിനകത്തും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സിലും ഒക്കെ കുറെ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചെസ്റ്റ് റീജിയനിൽ അല്ലെങ്കിൽ തൊറാസിക് റീജിയനിൽ കുറെ ചേഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതായത് നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്? വീർത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ പൊന്തി വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അതായത് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ. ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ റിബ്സ്, അതായത് വാരിയലുകൾക്കിടയിലുള്ള മസിൽസിനെ, പേശികളെ വിളിക്കുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സങ്കോചിക്കുന്നു. ഏത് സമയത്താണ്? നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉച്ഛ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. ഇനി റിബ്സ് അല്ലെങ്കിൽ വാരിയലുകൾ എന്ന് പറയുന്നത് റേസ് ചെയ്ത് വരുന്നു, ഉയർന്നു വരുന്നു. അതായത് ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തു അല്ലെങ്കിൽ സങ്കോചിക്കുന്ന സമയത്താണ് ആര് മുകളിലേക്ക് ഉയർന്നു വരുന്നത്? റിബ്സ് അല്ലെങ്കിൽ വാരിയലുകൾ. അതായത് നമുക്കറിയാം, നമ്മുടെ ലങ്സിനെ ഒക്കെ കവർ ചെയ്തുകൊണ്ട് എന്തോ ഉണ്ട്? റിബ്സ് അല്ലെങ്കിൽ വാരിയലുകളുണ്ട് അല്ലെ. അപ്പൊ ഈ റിബ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? റേസ് ചെയ്യുന്നു. ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ്? ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്. ഇനി അതുപോലെ തന്നെ ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു, മസ്കുലാർ വാൾ പ്രസന്റ് ബിറ്റ്വീൻ തൊറാസിക് ക്യാവിറ്റി ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെ. ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയെ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. അപ്പൊ ഈ ഡയഫ്രം എന്ത് ചെയ്യുന്നു? ഇൻസ്പിറേഷന്റെ ടൈമിൽ കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. ഇനി വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയ വ്യാപ്തം എന്ന് പറയുന്നത് കൂടുന്നു. അതായത് നമ്മുടെ ഈ ഡയഫ്രം ഒക്കെ കോൺട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സങ്കോചിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിന്റെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതെല്ലാം ഏത് സമയത്താണ്? ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം നടക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ്, അതായത് ശ്വാസകോശത്തിനകത്തിലെ എയറിന്റെ പ്രഷർ. ഇപ്പൊ നമ്മൾ ഇൻസ്പിറേഷൻ നടത്തുന്ന സമയമാണ്, ആ സമയത്ത് നമ്മുടെ ലങ്സിനകത്തിൽ എയർ ഒന്നുമില്ല ഇല്ലേ. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അറ്റ്മോസ്ഫിയറിലുള്ള എയറിലായിരിക്കും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടുതൽ വരുന്നത്. ഏതിനേക്കാൾ? ലങ്സിനകത്തിലുള്ള എയറിന്റെ പ്രഷറിനേക്കാൾ. അപ്പം ലങ്സിനകത്തിലുള്ള എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മൂവ്മെന്റ് ഓഫ് എയർ എന്ന് പറയുന്നത് എയർ എൻറ്റേഴ്സ് ഇൻ, എയർ എവിടേക്ക് പ്രവേശിക്കുന്നു? നമ്മുടെ ലങ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഇത്രയും പ്രോസസ്സസ് ആണ് ഇവിടെ നടക്കുന്നത് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസത്തിൽ നടക്കുന്നത്. എന്താണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം
അറ്റ്മോസ്ഫിയർ ടു ദ ലങ്സ്, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും എയർ ഉള്ളിലേക്ക് ശ്വാസകോശത്തിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം. ആ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. റിബ്സ് റേസ് ചെയ്യുന്നു, വാരിയെല്ലുകൾ ഉയരുന്നു. ഡയഫ്രം എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിന്റെ വ്യാപ്തം, അതായത് എയർ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തൊറാസിക് ക്യാവിറ്റിയുടെ വ്യാപ്തം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഔരസാശയ വ്യാപ്തം കൂടുന്നു. പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ് ഡിക്രീസസ്, അതായത് ലങ്സിനകത്തിലുള്ള, അതായത് ശ്വാസകോശത്തിനകത്തിലുള്ള എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ദാറ്റ് ദ പ്രഷർ ഓഫ് എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലുള്ള എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള എയറിന്റെ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അത് ഏത് സമയത്താണ്? ഇൻസ്പിറേഷന്റെ ടൈമിലാണ്. ദെൻ എയർ എങ്ങോട്ടാണ് പോകുന്നത്? എയർ എൻറ്റേഴ്സ് ഇൻ, അതായത് ലങ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? എക്സ്പിറേഷൻ അല്ലെങ്കിൽ നിശ്വാസമാണ് അല്ലെ. ആ എക്സ്പിറേഷന്റെ ടൈമിൽ ഈ പറഞ്ഞ കാര്യം, അതായത് ഇൻസ്പിറേഷന്റെ ടൈമിൽ എന്തൊക്കെ നടന്നോ അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് ടൈമിൽ നടക്കുന്നത്? എക്സ്പിറേഷന്റെ ടൈമിൽ നടക്കുന്നത്. അതായത് എക്സ്പിറേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷനിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവർ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? കോൺട്രാക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി അവർ എന്ത് ചെയ്യുന്നു? എക്സ്പിറേഷന്റെ ടൈമിൽ നോർമലായിട്ട് മാറുന്നു. ദെൻ റിബ്സ് എന്ന് പറയുന്ന ലോവേഴ്സ്, അതായത് വാരിയലുകൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. ഡയഫ്രം എന്ന് പറയുന്നത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്നു. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം എന്ന് പറയുന്നത് കുറയുന്നു, അതായത് ഔരസാശയ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കുറയുന്നു, അതായത് എയർ പുറത്തേക്ക് പോവുകയാണ് അല്ലേ. അപ്പം തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം എന്ന് പറയുന്നത് കുറയും. ദെൻ പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ്, അതായത് ശ്വാസകോശത്തിനകത്ത് ഇപ്പൊ എയർ തിങ്ങി നിൽക്കുകയാണ് അല്ലേ. അതായത് നമ്മുടെ ബോഡിക്കകത്ത് നിന്നും വന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കൂടി ലങ്സിനുള്ളിലുണ്ട്. അപ്പൊ എയറിന്റെ പ്രഷർ എവിടെ കൂടുതലായിരിക്കും? നമ്മുടെ ലങ്സിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിലുള്ള എയറിന്റെ പ്രഷർ ആയിരിക്കും കൂടുതൽ വരുന്നത്. ദെൻ മൂവ്മെന്റ് ഓഫ് എയർ എന്ന് പറയുന്നത് എയർ എക്സ്പെൽസ് ഔട്ട്, അതായത് എവിടേക്ക് പോകുന്നു? വായു പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇത്രയും പ്രോസസ്സസ് ആണ് ഇവിടെ നടക്കുന്നത്, എക്സ്പിറേഷനിൽ നടക്കുന്നത്. അതായത് ഇന്റർകോസ്റ്റൽ മസിൽസ്, ഇന്റർകോസ്റ്റൽ പേശികൾ നോർമൽ കണ്ടീഷനിലേക്ക് എത്തുന്നു. റിബ്സ് താഴേക്ക് വരുന്നു. ഡയഫ്രം നോർമൽ കണ്ടീഷനിലേക്ക് എത്തുന്നു. പിന്നെ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. ലങ്സിലുള്ള എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാകും. ഏതിനേക്കാൾ? അറ്റ്മോസ്ഫിയറിൽ എയറിന്റെ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ദെൻ മൂവ്മെന്റ് ഓഫ് എയർ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നു, ലങ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളാണ് നമ്മുടെ വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസത്തിനുള്ളത്. ഏതൊക്കെ ഘട്ടങ്ങളാണ്? ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇൻടേക്ക് ഓഫ് എയർ ആണ്, എയർ ഉള്ളിലേക്ക് പോകുന്നു. പിന്നെ എക്സ്പിറേഷൻ എന്ന് പറയുന്നത് റിലീസിങ് ഔട്ട് ഓഫ് എയർ, അതായത് എയർ പുറത്തേക്ക് പോകുന്ന പ്രോസസ്. അപ്പൊ ഇൻസ്പിറേഷന്റെയും എക്സ്പിറേഷന്റെയും ടൈമിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇൻസ്പിറേഷനിൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. എക്സ്പിറേഷനിൽ ഇന്റർകോസ്റ്റൽ മസിൽസ് നോർമൽ കണ്ടീഷനിലേക്ക് എത്തുന്നു. റിബ്സ് എന്ന് പറയുന്നത് ഇൻസ്പിറേഷന്റെ ടൈമിൽ റേസ് ചെയ്യുന്നു, എക്സ്പിറേഷന്റെ ടൈമിൽ ലോവർ ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ഡയഫ്രം എന്ന് പറയുന്നത് ഇൻസ്പിറേഷന്റെ ടൈമിൽ കോൺട്രാക്ട് ചെയ്യുന്നു, എക്സ്പിറേഷന്റെ ടൈമിൽ നോർമൽ കണ്ടീഷനിലേക്ക് എത്തുന്നു. ഇനി വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻസ്പിറേഷന്റെ ടൈമിൽ ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്പിറേഷന്റെ ടൈമിൽ ഡിക്രീസ് ചെയ്യുന്നു. പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ്, അതായത് ലങ്സിലെ എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഇൻസ്പിറേഷന്റെ ടൈമിൽ കുറവായിരിക്കും, എക്സ്പിറേഷന്റെ ടൈമിൽ കൂടുതലായിരിക്കും. ഇനി മൂവ്മെന്റ് ഓഫ് എയർ എന്ന് പറയുന്നത് ഇൻസ്പിറേഷന്റെ ടൈമിൽ എയർ എൻറ്റേഴ്സ് ചെയ്യുന്നു, ഉള്ളിലേക്ക് കടക്കുന്നു. ഇനി എക്സ്പിറേഷന്റെ ടൈമിൽ എയർ എക്സ്പെൽഡ്, അതായത് വായു പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന്റെ സ്റ്റെപ്സിനെ കുറിച്ച് പറയാൻ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.